ഫ്ലാഷ് ബാക്ക്. ഫൈറ്റിനൊക്കെ പറഞ്ഞ വേറെ ലെവലാ. ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ ലെവലില് സാധനം നിൽക്കുന്നുണ്ട്. ഓരോ ദിവസവും എണീക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് എവിടെങ്കിലും വെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള ന്യൂസസ് ആണ് കേൾക്കുന്നത്. ഇവനാ ഇങ്ങോട്ട് വേണം ഞാനാ. ഉണ്ണി മുകുന്ദൻ ചിത്രമായ മാർക്കോയ്ക്ക് TV പ്രദർശനത്തിന് അനുമതിയില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഈ ന്യൂസസിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദ കമന്റും മാർക്കോ എഫക്ട് അല്ലെങ്കിൽ മാർക്കോ കാരണമാണ്, ഇങ്ങനെയുള്ള കമന്റ്സ് ആണ് വരുന്നത്. മാർക്കോ സിനിമയാണോ പ്രശ്നം? ആവേശം സിനിമയാണോ പ്രശ്നം? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് പ്രശ്നം പാരന്റിങ്, സെക്കൻഡ് പ്രശ്നം നിയമം, മാറേണ്ടതായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ. ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്. അതിനെപ്പറ്റി നമ്മൾ പറയരുത്, നമ്മളുടെ നയമല്ല. ഈ മാർക്കോ സിനിമ വലിയൊരു വിജയമായിരുന്നു. അപ്പം ഇവർ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കോ സെക്കൻഡും തേർഡും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്, 100% സൽസ്വഭാവി. ഇനി മാർക്കോ പോലുള്ള വയലൻസ് സിനിമകൾ ചെയ്യില്ല എന്ന് വ്യക്തമാക്കുകയാണ് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ്. ഇല്ല, ഞാൻ നിർത്തി, ഇനിയില്ല. സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. സിനിമയായിട്ട് കാണാനുള്ളൊരു റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. 100% ഞാൻ യോജിക്കുന്നു. ചോദ്യം ഇതാണ്, ഒരു സിനിമയിലെ വയലൻസ് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെയോ അല്ലെങ്കിൽ മുതിർന്നവരെയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള മറുപടി താഴെ കമന്റ് ചെയ്യുക.